അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറുൽ ഹദീ ഹദീ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, രാവിലെ തന്നെ ഇനി ഒരു കൂടുതൽ പോകണ്ട എന്ന് കരുതിയിട്ട് ഇന്നിപ്പോൾ ക്ലാസ് എടുക്കണ്ടെന്ന് കരുതിയതായിരുന്നു. പക്ഷെ അല്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈവായിട്ട് തന്നെ പോവാം. നമുക്ക് ഇന്നലെ എടുത്ത ക്ലാസിന്റെ ബാക്കി ഭാഗം കുറഞ്ഞ സമയം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് എടുത്തിട്ട് ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദിന്റെ ക്ലാസിന് വേണ്ടി നമുക്ക് വഴിമാറിക്കൊടുക്കാം എന്ന് കരുതി മൈക്കിൽ വന്നതാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവന്റെ പൊരുത്തപ്പെട്ട മാർഗത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് നമ്മുടെ വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് തഖ്ലീദ് ചെയ്യാൻ പാടില്ല. തഖ്ലീദ് ചെയ്യാൻ പാടില്ല, അന്ധമായിട്ട് അനുകരിക്കാൻ പാടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശ്വാസപരമായ കാര്യത്തിൽ തഖ്ലീദ് ചെയ്താൽ അവന്റെ ഈമാൻ ശരിയാകുമെന്നോ അല്ല എന്നോ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്? സുഹൃത്തുക്കൾ കൂടുതൽ കേൾക്കുന്നില്ലേ? നിങ്ങൾ ശബ്ദം കേൾക്കുന്നില്ലേ? ഒരാൾ വിശ്വാസപരമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തെളിവുമില്ലാതെ മറ്റൊരാൾ പറയുന്നത് അന്ധമായിട്ട് അനുകരിച്ച് ശരിയാ നിലക്ക് തന്നെ, വിശ്വാസമൊക്കെ ശരിയാ നിലക്ക് തന്നെയാണ്, പക്ഷെ തെളിവുകളൊന്നും ആൾ മനസ്സിലാക്കിയിട്ടില്ല. തെളിവുകൾ മനസ്സിലാക്കാതെ വിശ്വാസപരമായ കാര്യത്തിലൊക്കെ ശരിയായ രീതിയിൽ തന്നെയാണ് ആൾ വിശ്വസിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ വിശ്വാസം ശരിയാകുമോ ഇല്ലയോ? എന്താ നമ്മുടെ വിശ്വാസം എന്താണ്? ഒരാളുടെ തഖ്ലീദ്, മുഖല്ലിദിന്റെ ഈമാന് ശരിയാവുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവനെന്തെയും ചിന്തിക്കാൻ കഴിവുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ എന്തെയും കുറ്റക്കാരനാകും. എല്ലാ ആളുകൾക്കും ചിന്തിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ഈ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും ചിന്തിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ചിന്തിക്കാൻ കഴിവുള്ളവർ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അവർ ചിന്തിക്കാതിരുന്നാൽ കുറ്റക്കാരനാകും. അതാണ് നമ്മൾ പഠിച്ചത്. അതെ. എന്നാൽ ബഹുമാനപ്പെട്ട നമ്മുടെ കിതാബിന്റെ മുസന്നിഫായ അബൂ അബ്ദുല്ലാഹി സനൂസി റഹിമഹുല്ലാഹു തആലാക്ക് മുമ്പൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതായത് മുഖല്ലിദിന്റെ ഈമാൻ ശരിയല്ല എന്ന്. ആ അഭിപ്രായത്തിലാണ് ഇപ്പൊ ഈ കിതാബിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട മുസന്നിഫ് പിൽക്കാലത്ത് ആ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറിയിട്ട് എവിടേക്ക് വന്നിട്ടുണ്ട്? മുഖല്ലിദിന്റെ ഈമാൻ ശരിയാകും, കുറ്റക്കാരനാകും. അവന് ചിന്തിക്കാൻ യോഗ്യതയുള്ളവനാണെങ്കിൽ ചിന്തിക്കാതിരുന്നാൽ കുറ്റക്കാരനാകും. മുഖല്ലിദിന്റെ ഈമാൻ ഏതായാലും ശരിയാകും എന്നുള്ള നിലപാടിലേക്ക് മഹാനായ മുസന്നിഫ് അവറുകൾ വന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ വിഷയത്തിന് മേൽ ഉള്ള മറ്റൊരു സംശയത്തിനാണ് മറുപടി പറയുന്നത്. മുസന്നിഫ് റഹിമഹുല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണ്? ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാ അൻഹുവിന്റെ അഭിപ്രായങ്ങൾ ഒരുപാട് ഉദ്ധരിച്ചിട്ട് തന്റെ അഭിപ്രായത്തിന് പിൻബലമേകുന്ന അഭിപ്രായമാണ് ഇബ്നുൽ അറബിയിൽ നിന്ന് മഹാനായ മുസന്നിഫ് ഉദ്ധരിച്ചത്.
അപ്പോ അതിൽ നിന്ന് നമുക്ക് ലഭിച്ച സന്ദേശം എന്താണ്? തഖ്ലീദ് ചെയ്തവന്റെ ഈമാൻ ശരിയല്ല, അന്ധമായിട്ട് അനുകരിച്ചവന്റെ ഈമാൻ ശരിയല്ല എന്നുള്ള. എന്നിട്ട് ആ നിലപാടിനോട് എതിർപ്പുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾ, അതായത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആ അഭിപ്രായത്തിനെതിരിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യവും അതിന് മറുപടിയാണ് മുസന്നിഫ് താഴേക്ക് പറയുന്നത്. അതായത് ഇപ്പൊ മുസന്നിഫ് പറഞ്ഞു വെച്ചത് എന്താണ്? ഇപ്പോ മുസന്നിഫിന്റെ ആദ്യത്തെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചത് മുഖല്ലിദിന്റെ, അതായത് വിശ്വാസപരമായ കാര്യത്തിൽ തെളിവ് കൂടാതെ വിശ്വസിച്ചവന്റെ ഈമാൻ തന്നെ ശരിയല്ല, അവൻ കാഫിറാണ് എന്നാണ്. അപ്പോ ഈ ഒരു നിലപാടിന്റെ മേൽ ഒരു സംശയം ഉദിക്കുന്നു. എന്താ ആ സംശയം? അതാണ് ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഉസ്തുഷ്കിലൽ ഖൗലു, ഉസ്തുഷ്കിലൽ ഖൗലു ബി അന്നൽ മുഖല്ലിദ ലൈസ ബിമുഅ്മിനിൻ, വിശ്വാസപരമായ കാര്യത്തിൽ അന്ധമായി അനുകരിച്ചവന്റെ ഈമാൻ ശരിയല്ല, അല്ല അവൻ മുഅ്മിനല്ല എന്ന് പറയുന്ന ആ വാക്കിൽ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു, അല്ലെ സംശയം ഉന്നയിക്കപ്പെട്ടു. എന്താ സംശയം പറയുന്നു? ലിഅൻഹു യൽസമു അലൈഹി തക്ഫീറു അക്സറി അവാമിൽ മുസ്ലിമീന. ഇപ്പൊ മുഖല്ലിദിന്റെ ഈമാൻ ഒന്നും ശരിയല്ല എന്ന് പറയുമ്പോ ഒരു നല്ലൊരു ശതമാനം സാധാരണക്കാരായ ആളുകളെ കാഫിറാക്കൽ വരുന്നില്ലേ? ഇതാണ് ചോദ്യം. ലിഅന്നു യൽസമു അലൈഹി, ഈ നിലപാടിന്റെ മേൽ വരുന്നുണ്ടല്ലോ തക്ഫീറു അക്സരി അവാമിൽ മുസ്ലിമീന, ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകൾ കാഫിറാണെന്നുള്ള ഒരു ധ്വനി ഈ പറഞ്ഞ അഭിപ്രായത്തിലില്ലേ എന്നാണ് സംശയം. വഹുവ മുഅ്ലമു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷവും ആരാകുന്നു? സാധാരണക്കാരാണ്. കുറഞ്ഞ ആളുകൾ, അള്ളാഹുവിന്റെ ആരിഫുകൾ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തെളിവുകൾ മുഖേനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷവും ഈ സമൂഹത്തിൽ സാധാരണക്കാരാണ്. അപ്പോ സാധാരണക്കാരായ ആളുകളൊക്കെ ഇപ്പോ സാധാരണഗതിയിൽ തെളിവുകൾ ഇങ്ങനെ പ്രത്യേകമായ രീതിയിൽ എടുത്തു വെച്ചുകൊണ്ട് തർത്തീബ് ക്രമപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം മനസ്സിലാക്കുക എന്നുള്ള ശൈലിയല്ല അവർക്കുള്ളത്. അവര് എന്തെങ്കിലും അവരുടെ വിശ്വാസമുള്ള ഒരാൾ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നതായിരിക്കും കൂടുതലും. അപ്പൊ അവരൊക്കെ കാഫിറാണെന്ന് പറയേണ്ടി വരൂലേ? മുഖല്ലിദിന്റെ ഈമാൻ ശരിയല്ല എന്ന് പറയുമ്പോ മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളെയും കാഫിറാക്കേണ്ടി വരില്ലേ എന്ന സംശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വദാലിക, ഇങ്ങനെ വരിക എന്ന് മിമ്മ യഖ്ദഹു ഫീമാ ഉലിമ, അത് എന്താകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അറിയപ്പെട്ടതായിരിക്കുന്ന ഒരു ഹദീസിനെ ആ ഹദീസിൽ കുത്തിപ്പറയലും കൂടിയാണല്ലോ. എന്താണ് ഹദീസ് ഉള്ളതെന്ന് ചോദിച്ചാൽ വദാലിക മിമ്മ, ഇങ്ങനെയുള്ളൊരു നിലപാട്, ഏത് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ കാഫിറാക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒന്നിനെ മോശപ്പെടുന്ന കുത്തിപ്പറയുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത് എന്നുള്ള എന്താണ് വന്നിരിക്കുന്നത്? അക്സറുൽ അംബിയ അന്ന സയ്യിദനാ വ നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്സറുൽ അംബിയായി അത്ബഅൻ. കണ്ടോ, ഇങ്ങനെയാണ് ഒരു ഹദീസ് ഉള്ളത്. നമ്മുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മറ്റുള്ള സമൂഹത്തെക്കാളും കൂടുതൽ അനുയായികളുള്ളത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറൊന്ന് വറദ, മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്. എന്താണ് ആ ഹദീസിലുള്ളത്? അന്ന ഉമ്മത്തുൽ മുഷറഫ സുലുസ അഹ്ലിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് സ്വർഗത്തിന്റെ ആളുകളിൽ നിന്ന്, സ്വർഗവാസികളിൽ നിന്ന്, സ്വർഗത്തിന് അർഹതയുള്ള സ്വർഗത്തിൽ കടക്കുന്ന ആളുകളിൽ 2/3 ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണെന്ന് വന്നിട്ടുണ്ടല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മറ്റുള്ള സമൂഹത്തെക്കാൾ, മറ്റുള്ള പ്രവാചകന്മാരെക്കാളൊക്കെ കൂടുതൽ അനുയായികളുള്ളത് എന്ന് വന്നിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്, സ്വർഗത്തിന്റെ അഹ്ലികാരിൽ നിന്ന് 2/3 ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണെന്ന് വന്നിട്ട് അല്ലാഹു തആല നമ്മളൊക്കെ ആ വിഭാഗം ആളുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്.
അപ്പം ഈ രണ്ട് ഹദീസ് പ്രകാരവും എന്ത് വരുന്നുണ്ട് സഹോദരന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും ഒക്കെ തന്നെ അവർ അധികം സ്വർഗത്തിൽ വരുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞ അനുസരിച്ചുകൊണ്ട്. പിന്നെ ഈ സാധാരണക്കാരായിരിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ അധികം തഖ്ലീദ് ചെയ്തുകൊണ്ടാണല്ലോ അവരുടെ ഈമാനൊക്കെ ഉള്ളത്. അപ്പോ ഈ പറയപ്പെട്ട ഈ രണ്ട് തെളിവുകൾക്ക് അത് വിരുദ്ധമാവുന്നില്ലേ? നിങ്ങൾ പറഞ്ഞു വെച്ചത് മുഖല്ലിദുകളായ ആളുകളൊന്നും അവർ ഈമാൻ തന്നെ ശരിയല്ല, അങ്ങനെ അവർ നരകത്ത് പോകും. അപ്പൊ അവരെന്തില്ല, ഈ ഉമ്മത്തിന്റെ നല്ലൊരു ശതമാനം ആളുകൾ മഹാഭൂരിപക്ഷവും നരകത്തിൽ പോകുമെന്ന് വരുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മറ്റുള്ള പ്രവാചകന്മാർക്കുണ്ടായിരുന്ന അനുയായികളെക്കാളും കൂടുതൽ അനുയായികളുള്ളതായിരിക്കുന്ന ഒരു പ്രവാചകൻ. ആ നിലക്ക് നോക്കുമ്പോഴും ഈ ഉമ്മത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും നബിയുടെ അനുയായികളാണെന്നും നബിയുടെ അനുയായികളാണ് സ്വർഗത്തിലെ 2 ഭാഗമെന്നും വന്നിട്ടുണ്ടല്ലോ. അതിന് നിങ്ങൾ പറഞ്ഞതായിരിക്കുന്ന അഭിപ്രായം എതിരാവുന്നില്ലേ? ഇതാണ് ചോദ്യത്തിന്റെ കാതൽ. ഇവിടെ എടുത്ത നിലപാടിനോട് എതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യമാണിത്. മനസ്സിലായില്ലേ? അതെ. അതായത് മറ്റൊരു ഹദീസിലുണ്ട്, സ്വർഗത്തിലെ സഫുകൾ 120 120 സഫുകളാണ് സ്വർഗത്തിലുള്ളത്. അപ്പൊ 120 സഫുകൾ, ഒരു സഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര നമുക്ക് പറയാൻ പറ്റൂല. സ്വർഗത്തിന്റെ സഫാണ് പറയുന്നത്. 120 സഫാണ് സ്വർഗത്തിലുള്ളത്. അപ്പൊ അതിന്റെ 2/3 ഭാഗം എത്രയായിരിക്കും? അതിന്റെ 2/3 ഭാഗം എത്രയായിരിക്കും? അടിച്ചോളി, അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണല്ലോ. 80 അല്ലേ? അപ്പൊ 80 സഫുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായിരിക്കും, നമ്മുടെ ഈ ഉമ്മത്തായിരിക്കും. മുസ്ലിം റഹിമഹുള്ള പറഞ്ഞ നിലപാടനുസരിച്ചുകൊണ്ട് മുഖല്ലിദുകളൊന്നും മൂമിനല്ല, അപ്പൊ ഒരു സ്വർഗത്തിൽ പോവില്ല. അപ്പൊ 80 ആവുമോ? അപ്പൊ 80 ഉണ്ടാവോ? ഉണ്ടാവില്ല എന്ന് വരുന്നില്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ വാദം എന്തല്ല? മുഖല്ലിദിന്റെ ഈമാന് ശരിയല്ല എന്ന് പറഞ്ഞ വാദം മുസന്നിഫിന് ആദ്യത്തെ അഭിപ്രായട്ടത്. മുസന്നിഫ് പിന്നീട് മടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് മുസന്നിഫ് ആ ചോദ്യം എടുത്തിടുകയും അതിനായി മറുപടി കൊടുക്കുകയും ചെയ്യാണ്. അപ്പം 120 സഫുകളാണ് സ്വർഗത്തിന്റെ അഹ്ലുകാര് എന്ന് വന്നാൽ അതിന്റെ 80 സഫുകളും ഈ ഉമ്മത്തിലെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് വരികയും ചെയ്യുമ്പോൾ ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളൊക്കെ അവരുടെ ഈമാനൊക്കെ ശരിയായിട്ടുണ്ട് എന്നല്ലേ വരുന്നത്. നിങ്ങൾ പറഞ്ഞതാണെങ്കിലോ ഈമാൻ ശരിയല്ല എന്നല്ലേ? ഇതാണ് മുസന്നിഫിനോട് ചോദിക്കപ്പെട്ട ചോദ്യം. മുസന്നിഫ് അതിന് മറുപടി പറയുന്നു. വഉജീബ അതിന് മറുപടി കൊടുക്കപ്പെട്ടു. ബിഅന്നൽ മുറാദ ബിദ്ദലീലില്ലദി തജിബു മഅരിഫതു അലാ ജമീഇൽ മുകല്ലഫിന ഹുവ വഉജീബ മറുപടി കൊടുക്കപ്പെട്ടു. ബിഅന്നൽ മുറാദ, മുസന്നിഫ് എന്നാൽ ഞാൻ പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഈ സംശയം ഉന്നയിച്ചവർക്ക് ഞാൻ പറഞ്ഞതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതാണ് മുസന്നിഫ് പറഞ്ഞതിന്റെ ഹാസിൽ. മുസന്നിഫ് റഹിമഹുല്ലാവിനെ പോലുള്ളതായിരിക്കുന്ന അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാവിനെ പോലുള്ളതായ ഒരുപാട് ഉലമാക്കള് മുഖല്ലിദിന്റെ ഈമാൻ ശരിയല്ല എന്ന് പറഞ്ഞത് അന്ധമായി അനുകരിക്കുന്നവരുടെ ഈമാനെ കുറിച്ചാ. ഒരു തെളിവുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ മൂപ്പര് പറഞ്ഞിട്ട് പറഞ്ഞതാണ്, എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു പിടുത്തമില്ല, യാതൊരു ധാരണയില്ല. ഇങ്ങനെ പറയുന്നതായ ആളുകളെ കുറിച്ചാ പറയുന്നത്. പിന്നെ തഖ്ലീദിൽ നിന്ന് ഒഴിവാവാൻ എന്ത് തെളിവുണ്ടായാൽ മതി? മൊത്തത്തിലുള്ള ഒരു തെളിവുണ്ടായാൽ മതി. ഏതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അല്ലേ? എന്തായിരുന്നു പറഞ്ഞത്? മൊത്തത്തിലുള്ള തെളിവ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ആ ആറാബിയുടെ മറുപടി അല്ലേ? അസ്മഈ എന്നവര് ആറാബിയോട് ചോദിച്ചു, ബിമാ അറഫ്ത റബ്ബക, നിന്റെ റബ്ബിനെ നീ എങ്ങനെ മനസ്സിലാക്കി? നിന്നെ സൃഷ്ടിച്ചവനെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ ആ ആറാബിയുടെ മറുപടി എന്തായിരുന്നു? അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ വൽ അസറു തദുല്ലു അലൽ മസീർ ഫസമാഉൻ ദാതു അബ്റാജിൻ വഅർളുൻ ദാതു ഫിജാജിൻ അലാ യദുല്ലാനി അലൽ അലീമിൽ ഖബീർ. അല്ലേ?
ഇതാണ് ആറാബി പറഞ്ഞത്. ഈ ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? എന്താണ് ആറാബി പറഞ്ഞത്? എന്റെ റബ്ബിനെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നോ? അത് നിങ്ങൾ നോക്കിയതാ എന്റെ മുമ്പിൽ. ഞാൻ ഒട്ടകയറ്റം മേടിച്ച് നടക്കുന്ന ആളാണ്. ഈ ഒട്ടകത്തിന്റെ കാട്ടം കണ്ടാൽ നിങ്ങൾ എവിടെയോ ഒട്ടകമൊന്നും കാണുന്നില്ല, ഒട്ടകത്തിന്റെ കാഷ്ടം മാത്രമാണ് കണ്ടത്. അല്ലെങ്കിൽ വയനാടൻ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച ഒരാള് ആനപ്പിണ്ടി കണ്ടാൽ ആളെന്ത് മനസ്സിലാക്കും? ആനപ്പിണ്ടി കണ്ടാല് ആനയുണ്ട് ഇവിടെ എന്ന് മനസ്സിലാക്കും. ഈ കാട്ടിൽ ആനയുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പൊ നമ്മളെ നാട്ടിലേക്ക് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെ? നമ്മളെ നാട്ടിൽ ഒട്ടകമൊന്നുമില്ലല്ലോ. ആനപ്പിണ്ടി കണ്ടാല്, അല്ലെ നല്ല പുക വാറണ ആനപ്പിണ്ടി ആണെങ്കിലും അത് നമ്മളെ അനുഭവത്തിലുണ്ടായത് കൊണ്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങള് വയനാട് കാട്ടിനുള്ളിൽ പോയിരുന്നു, ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്, കാണാൻ വേണ്ടി പോയത് തന്നെ. അപ്പോ കാട്ടിനുള്ളിലേക്ക് കയറിയ സന്ദർഭത്തിലാണ് എന്ത് കണ്ടത്? ആനന്റെ പിണ്ടി കണ്ടത്, നല്ല പുക പാറുന്ന. അപ്പൊ എല്ലാവർക്കും പേടിയായി. കാരണം പുക പാറുന്ന ആനപ്പിണ്ടി കണ്ട അതിന്റെ അർത്ഥം എന്താണ്? അടുത്ത് ഇപ്പൊ തന്നെ മൂപ്പർ ഇവിടെ കാര്യം സാധിച്ചായിട്ട് പോയിട്ടോട് അടുത്ത് എവിടെങ്കിലും ആന ഉണ്ട് എന്നുള്ളതാണ്. ഇതില് കാട്ടാനാണ്, നാട്ടാനല്ല. മനസ്സിലായില്ലേ? അപ്പം പേടി കൂടി. സത്യത്തില് പിന്നെ അവിടുന്ന് വേഗം തിരിച്ചു പോരുകയുണ്ടായത്. കാരണം ഉള്ളോട്ട് അങ്ങോട്ട് പോയാൽ കാട്ടാൻ എവിടെങ്കിലും പതിയിരിക്കും, അതമ്മ ആക്രമിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാക്കി. എന്തുകൊണ്ട്? ഇവിടെ അടുത്തു തന്നെ ഒരു ആന എവിടെയോ ഇരിപ്പുണ്ട്, നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാതെ അനങ്ങാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി. ഇതുപോലെ അതിപ്പോ നമ്മളെ അനുഭവത്തിലുള്ളത്. ആറാബി പറഞ്ഞാൽ എന്താണ്? ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ട ഒട്ടകമുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരു കാൽപാദം കണ്ടാൽ, മണലിലൂടെ നടന്നുപോയൊരു കാൽപാദം കണ്ടാൽ അവിടെ ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടയാളം, ആ അടയാളത്തിന് മറ്റൊന്നിന്റെ മേലെ അറിയിക്കുന്നുണ്ടെങ്കിൽ വലിയ അടയാളമാണ് ഈ ഭൂമി. അതുപോലെ അതിനേക്കാൾ വലിയൊരു അടയാളമാണ് ആകാശലോകങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെല്ലാം. അപ്പോ ഇതൊക്കെ ഈ ഒട്ടകക്കാഷ്ടം ഒട്ടകത്തിന്മേൽ അറിയിക്കുന്നത് പോലെ ഇത്തരം ഈ അടയാളങ്ങളെല്ലാം അത് ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു സൃഷ്ടാവിനെ നമ്മൾ അറിയിക്കുന്നുണ്ട്. ഇതാണ് ഒരു മൊത്തത്തിലുള്ള തെളിവുകൾ. ഈ ഒരു തെളിവ് എല്ലാ സാധാരണക്കാർക്കും ഉണ്ടാകും. ആ തെളിവ് വേണമെന്നവർ, ആ തെളിവ് ഇല്ലാത്തവന്റെ കഥയാണ് അവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞത്. അതാ മുസന്നിഫിന്റെ വാദം. മനസ്സിലായില്ലേ? മുസന്നിഫ് പറഞ്ഞ എന്താണ്? മുഖല്ലിദിന്റെ ഈമാൻ, അന്ധമായി അനുകരിച്ചവന്റെ ഈമാൻ ശരിയല്ല എന്ന് പറഞ്ഞത് ഈ രൂപത്തിലുള്ള വളരെ ലളിതമായ തെളിവ് പോലും ഇല്ലാതെ വിശ്വസിച്ചവന്റെ കാര്യമാണ്. അതില്ലാത്തൊരു സാധാരണക്കാരുണ്ടാവൂല. അത് ഏത് സാധാരണക്കാരുണ്ടാകും? നിങ്ങൾ കുട്ടിയോട് ചോദിച്ചു നോക്കുക, ഏത് കുട്ടിയോട് ചോദിച്ചാലും പടച്ചവനുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? അപ്പം പറയും നമ്മൾ തന്നെയാന്ന് അറിയും, അല്ലെങ്കിൽ ഇതാ ഈ ലോകം എന്ന് പറയും. ഈ ലോകം ഉണ്ടായതിനെ അള്ളാഹു താല പിന്നെ അത് സൃഷ്ടിച്ചവരാണെന്ന് പറയും. അപ്പോ ഈ ഒരു തെളിവ് എല്ലാ സാധാരണക്കാരുടെ ഹൃദയത്തിലുണ്ട്. അത്തരം തെളിവ് ഇല്ലാത്തവന്റെ കാര്യമാണ് അവൻ മുസ്ലിം അല്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ അതുകൊണ്ട് ഈ ഒരു നിലപാടുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ കാഫിറാക്കുക എന്നുള്ളത് ഒരിക്കലും വരുന്നില്ല. അതാ വൗജീബ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയാണ്, ബിഅന്നൽ മുറാദ ബിദ്ദലീലിൽ ലദീ തജിബു മഅരിഫതുഹു അലാ ജമീഇൽ മുകല്ലഫീന. എല്ലാ മുക്കല്ലഫുകളുടെ മേലും അറിയാൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞ തെളിവുണ്ടല്ലോ, ദലീല്. അത് ഹുവ ദലീലുൽ ജുംലിയു, അത് മൊത്തത്തിലുള്ള തെളിവാണ്. വിശദമായ നിലക്കുള്ളതായ ഈ ലോകം എന്താകുന്നു? ഈ ലോകം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായതാകുന്നു. ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന എല്ലാ സാധനങ്ങളെയും അതിലുണ്ടാക്കുന്ന ഒരാൾ ഉണ്ടാവേണ്ടതാകുന്നു. അതുകൊണ്ട് ഈ ലോകത്തിനെ ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടാവേണ്ടതാകുന്നു. ഇങ്ങനെ പ്രത്യേകമായ പ്രസ്താവനകൾ വെച്ചുകൊണ്ട് അതിന് തർത്തീബാക്കി ക്രമപ്രകാരം വെച്ചുകൊണ്ട് ഒരു നതീജയിലേക്ക് എത്തുന്നത് ആ രീതിയിലുള്ളതായ മുത്തക്കല്ലിമുകളുടെ ആ രീതിയിലുള്ള തെളിവുകൾ എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. പിന്നെ പറയാൻ സാധിക്കുക എന്നുള്ളതല്ല ഇവിടെ മെയിനായ പ്രശ്നം. പറയാന്നുള്ളത് മറ്റൊരു കാര്യമാണ്, അയാളുടെ മനസ്സിലുണ്ടായിരിക്കാന്നുള്ള. പക്ഷെ മനസ്സിലുള്ള എല്ലാ കാര്യം എല്ലാവർക്കും തുറന്നു പറയാൻ കഴിഞ്ഞോണമെന്നില്ല. സാധാരണക്കാർക്ക് അവരെ മനസ്സിലുണ്ടാകും എല്ലാ കാര്യത്തിനും. മനസ്സിലായില്ലേ? മുമ്പൊരു ഒരു സാധാരണക്കാരെ ആളുടെ അടുക്കൽ നിന്ന് അള്ളാഹു നീ എങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കിയെന്ന് ഒരു ആലിമ് ചോദിച്ചെന്നുള്ള. പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഇത് ചോദിച്ചപ്പോ അയാൾ കൈക്കോട്ട് എടുത്ത് ഉയർത്തി കാണിച്ച് നിങ്ങൾക്ക് ഇവിടെ സ്ഥലം വിടുക നല്ലതെന്ന് പറഞ്ഞിട്ട്
അയാളുടെ ആ ചോദ്യം തന്നെ ചോദിക്കാൻ ആളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പടച്ചോണ്ടോൻ, മനസ്സിലായില്ലേ? അപ്പം സാധാരണക്കാർക്കുള്ളിൽ അതുണ്ട്. പക്ഷെ അവർക്ക് അതിന്റെ തെർത്തീബ് അനുസരിച്ചുകൊണ്ട്, ക്രമം അനുസരിച്ചുകൊണ്ട് പറയാൻ കഴിഞ്ഞോണമെന്നില്ല. പറയാന്നുള്ളതല്ല ഇവിടെ നിർബന്ധമുള്ളത്. പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മറ്റൊന്നാണ്. നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുക എന്നുള്ള ഈ ഒരു തെളിവ് ഹൃദയത്തിലില്ലാത്ത ഒരു സാധാരണക്കാരുണ്ടാവില്ല. ഉണ്ടാവോ സഹോദരന്മാരെ? നിങ്ങളെ വീക്ഷണത്തിൽ നിങ്ങൾ പറയും, മുസന്നിഫിന്റെ അഭിപ്രായം നമുക്ക് ശരിയാണോ അല്ലേ? അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു നിലക്കുള്ള തെളിവില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ മുസന്നിഫ് പറഞ്ഞതല്ല നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നത് ശരിയല്ല. മുസന്നിഫ് റഹിമഹുള്ള പറഞ്ഞത് മുഖല്ലിദിന് ഈമാൻ ശരിയല്ല എന്ന് പറഞ്ഞ ഈ രൂപത്തിൽ, വളരെ ലളിതമായ രൂപത്തിൽ പോലും മനസ്സിലാക്കാത്തവന്റെ കാര്യമാണ്. എന്നാലും അതല്ല ബലപ്പെട്ട അഭിപ്രായമല്ല. അങ്ങനെ ഒരാൾ ശരിയായ നിലയ്ക്ക് വിശ്വസിച്ചാൽ അവന്റെ ഈമാൻ ശരിയാകും, പക്ഷെ കുറ്റക്കാരനാകും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അപ്പൊ മുസന്നിഫിന്റെ ആ മറുപടി ഒന്നുകൂടി നമ്മൾ നോക്കുക. അപ്പം പിന്നെ എല്ലാ മുക്കല്ലഫുകളുടെ മേലും വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ തെളിവ് ഹുവ ദലീലുൽ ജുംലിയോ വഹുവ, അത് മൊത്തത്തിലുള്ള ദലീലാണ്. ജുംലി തറ മൊത്തത്തിലുള്ള വഹുവല്ലദീ യഹ്സുലു ഫിൽ ജുംലത്തി ലിൽ മുകല്ലഫി, അത് ഒന്നാകുന്നു. യഹ്സുലു ഫിൽ ജുംലത്തിൽ മുകല്ലഫിനിക്ക് മൊത്തത്തിൽ അത് യഹ്സുലു ഫിൽ ജുംലത്തി അൽ ഇൽമ വത്തുമൈനിനത ബി അഖായിദിൽ ഈമാനി. ആ ഒരു തെളിവുണ്ടെങ്കിൽ മുകല്ലഫ്, ആ മനുഷ്യന് മൊത്തത്തിൽ ഒരു അറിവിനെയും ഒരു ശാന്തിയെയും നൽകും. ബി അഖായിദിൽ ഈമാനി, ഒരടക്കം, ഒരു ശാന്തി അത് ഉണ്ടാക്കി തീർക്കും. എങ്ങനെ? ബിഹൈസുലായ കൂലു കൽബൂഫി, അവന്റെ കൽബ് ആ വിഷയത്തിൽ പറയില്ല. ഈ അഖീദന്റെ വിഷയത്തിൽ അവന്റെ കൽബ് പറയില്ല. ലാ അദിരി സമീഅതു നാസ യഖൂലൂന ശൈഅൻ ഫഖുൽതു, എനിക്കൊന്നും അറിയില്ല, ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് അവന്റെ ഹൃദയം പറയാത്ത രൂപത്തിൽ ഒരു മനസ്സിനൊരു ശാന്തതയും മനസ്സിനൊരു സമാധാനവും ഒരു ദൃഢ ജ്ഞാനവും ലഭിക്കുന്ന രീതിയിലുള്ള ആ തെളിവാണ് ഇവിടെ മുസന്നിഫ് റഹിമഹുള്ള ഉദ്ദേശിച്ചത്. ഓന്റെ കൽബ് പറയരുത് ഇപ്പൊ ഞാനതിപ്പോ എനിക്കെന്തോ തിരിഞ്ഞിട്ടാണ്, എനിക്കൊന്നും തിരിഞ്ഞിട്ടല്ലോ, ആളുകളൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാൻ അങ്ങനെ അത് വിശ്വസിച്ചു പോയതാണ്. ഓന്റെ കൽബ് പറയാതിരുന്നാൽ മതി. അവന്റെ കൽബിനിക്ക് അതുണ്ട്. എന്ത് വേണം? ഒരു തുമൈനിനത്ത്, ഒരു ശാന്തത, ആ പറഞ്ഞതിനോടുള്ളായിരിക്കുന്ന ഒരു മനസ്സമാധാനം വരണം. ആ കാര്യത്തില് മനസ്സിനൊരു സമാധാനം ആ വിഷയത്തിൽ ഉണ്ടായിത്തീരുന്ന തെളിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൽബെന്ത് പറയരുത്, അവര് പറഞ്ഞു കേട്ട് ഞാൻ പറഞ്ഞതാണല്ലോ, എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് കൽബ് പറയാതിരുന്നാൽ മതി. വലാ യുസ്തർതു നദറു അലാ തരീഖിൽ മുതകല്ലിമീന, മുത്തക്കല്ലിമിങ്ങളുടെ തരീഖനുസരിച്ചുകൊണ്ട്, മുത്തക്കല്ലിമിങ്ങളുടെ തരീഖനുസരിച്ചുകൊണ്ട് തെളിവുകളൊക്കെ നിരത്തുക എന്നുള്ളത് ഫർള് കിഫായയാണ്. മനസ്സിലായില്ലേ? അത് ഒരു നാട്ടില്, ആ നാട്ടിൽ ഒരാൾ പോലും അള്ളാഹുവിന്റെ ആസ്തികത്തെയും അവന്റെ സിഫാത്തുകളെക്കുറിച്ചും പ്രവാചകന്മാർക്കുള്ളതായിരിക്കുന്ന വാജിബും മുസ്തഹീലും ജായിസുമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് തെളിവുകൾ സഹിതം വിശദമായ നിലക്ക് അറിയുന്ന ഒരാൾ ഇല്ലെങ്കിൽ ആ നാട്ടുകാർ മുഴുവൻ കുറ്റക്കാരനാകും. മുത്തക്കല്ലിമെന്ന് പറഞ്ഞാല് അഖീദന്റെ ഉലമാക്കൾക്കാണ്. ഇൽമുൽ കലാം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കിതാബിന് ഉസൂലുദ്ദീൻ, നമ്മുടെ കിതാബുകൾ സനൂസിയൊക്കെ ഇൽമുൽ കലാമാണ്. അതായത് അടിസ്ഥാനപരമായിരിക്കുന്ന അഖീദയുടെ വിശ്വാസം തെളിവ് സഹിതം സമർത്ഥിക്കുന്നതായ ഉലമാക്കൾക്കാണ് മുത്തക്കല്ലിമുകൾ എന്ന് പറയുന്നത്. മനസ്സിലായി? സംസാരിക്കുന്നവരെന്നേ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന വെച്ചാൽ അള്ളാഹുവിന്റെ ഉസൂലുദ്ദീനിൽ, ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യം തെളിവ് സഹിതം അത് സമർത്ഥിക്കാൻ കഴിയും. അതിന്മേൽ വരുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാനും കഴിവുള്ളതായിരിക്കുന്ന ആളുകൾക്കാണ് മുത്തക്കല്ലിമിങ്ങൾ എന്ന് പറയാം. മനസ്സിലായില്ലേ? മുത്തക്കല്ലിമിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനാ, അതായത് അഖീദന്റെ ഉലമ, വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങൾ സമർത്ഥിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ, ഉലമാക്കള്. സാധാരണക്കാരുമല്ല, ഉലമാക്കളായിരിക്കണം. അപ്പൊ ആ ഉലമാന്റെ തരീക്കത്തനുസരിച്ചുകൊണ്ട് അപ്പൊ അതിന് തർക്കശാസ്ത്രം വേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ മുത്തക്കല്ലിമിങ്ങളുടെ ആ മാർഗം അനുസരിച്ചുകൊണ്ട് ഈ അഖീദന്റെ കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ എന്താണ്, അത് കുറച്ചെന്താണ് ചില നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ചില ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മളൊരു ഫലത്തിലേക്ക് എത്തുക. ഇന്നലെ പറഞ്ഞ ഉദാഹരണം എന്തായിരുന്നു? എല്ലാ മുസ്ലിമീങ്ങളും ദൈവവിശ്വാസികളാണ്. ഇതപ്പോ അതിന്റെ ഒരു മുത്തക്കല്ലിമീങ്ങള് തെളിവുകൾ നിരത്തുന്ന രൂപം പറയുന്നത്, എല്ലാ മുസ്ലിമീങ്ങളും എന്താകുന്നു? ദൈവവിശ്വാസികളാകുന്നു. സുന്നികൾ മുഴുവനും ആരാകുന്നു? മുസ്ലിമീങ്ങളുമാകുന്നു. അപ്പോൾ എന്ത് വരും അവിടെ? അപ്പൊ അതുകൊണ്ട് അവിടെ ചോദ്യം അവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് എന്താണ്? എല്ലാ മുസ്ലിമീങ്ങളും ദൈവവിശ്വാസികളാണ്,
എല്ലാ സുന്നികളും മുസ്ലിങ്ങളുമാണ്. അതിനാൽ അവിടെ എന്താ വരുന്നുണ്ട് അവിടെ? അത് നിങ്ങളടിക്ക്. അപ്പൊ നിങ്ങൾ ആരാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് എന്താണ് ഇവിടെ? എല്ലാ മുസ്ലിമുകളും ദൈവവിശ്വാസികളാണ്, എല്ലാ സുന്നികളും മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ട് എന്ത് വരും? മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളിപ്പോ എല്ലാവരും മുത്തകല്ലിമീങ്ങളായല്ലോ. എല്ലാ സുന്നികളും ദൈവവിശ്വാസികളാണ്. അപ്പൊ നിങ്ങൾ സാധാരണക്കാരല്ല. കേൾക്കുന്ന ആളുകളെ നിങ്ങൾ സാധാരണക്കാരാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഈ സാധാരണക്കാർക്കൊന്നും ഇങ്ങനത്തെ കിതാബൊന്നും വാരി ഒതുക്കി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവർക്ക് മറുപടി ആണ്ടല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഈ രൂപത്തിൽ ഒരു കാര്യങ്ങൾ സമർത്ഥിക്കുക. അപ്പൊ അതാണ് ഈ ലോകത്തിന്. ഇനിയിപ്പോ ഒരു ഉദാഹരണം പറയാം. മുത്തകല്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ആസ്തികത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അൽ ആലമു ഹാദിസുൻ വകുല്ലു ഹാദിസിൻ ലഹു മുഹദിസുൻ ഫൽ ആലമു ലഹു മുഹദിസുൻ. ഇതാണ് അവർ പറയുന്ന. എന്താ പറഞ്ഞത്? അൽ ആലം ഹാദിസൻ, ഈ ലോകം പുതുതായി ഉണ്ടായതാണ്. പുതുതായി ഉണ്ടാച്ചാൽ ലോകത്തിന് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിങ്ങനെ അടിക്കടി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ? ലോകത്തിന്റെ ഘടനകൾ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകം പുതുതായി ഉണ്ടായതാണ്. അതായത് അനാദിയല്ല. ലോകം അനാദിയല്ല, പുതുതായി ഉണ്ടായതാണ്. എന്നാൽ പുതുതായി ഉണ്ടാകുന്ന എല്ലാത്തിനെയും പുതുതാക്കി ഉണ്ടാക്കുന്ന ഒരാൾ വേണം. അത് ഉറപ്പന്നെ. നമ്മൾ പറഞ്ഞു, ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കർമ്മം ഉണ്ടെങ്കിൽ ഒരു കർത്താവ് ഉണ്ടാകും. ഒരു കർമ്മമുണ്ടെങ്കിൽ ഒരു കർത്താവ് ഉണ്ടാകും. ആ നിലയ്ക്ക് ഈ ലോകം ഇവിടെ അത് പുതുതായി ഉണ്ടായതാണെന്ന് വെക്കുമ്പോൾ അത് ഇല്ലായ്മ നിന്ന് ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരാൾ അതിന് വേണം എന്നുള്ളതിലേക്ക് അവിടെ എത്തുകയാണ്. ഇതാണ് മുത്തക്കല്ലിമീങ്ങളുടെ ശൈലി. അപ്പൊ ഇതിന്മേൽ വരുന്ന സംശയങ്ങൾക്കൊക്കെ മറുപടിയും കൊടുക്കും. ഈ രൂപത്തില് നമ്മുടെ വിശ്വാസം സ്ഥിരപ്പെടുത്തുന്ന ഉലമാക്കള്. അപ്പോ ഈ രണ്ട് പ്രസ്താവനകൾ ഇവിടെ. എന്ത്? സുന്നികൾ അല്ല മുസ്ലിമുകൾ എല്ലാവരും ദൈവവിശ്വാസികളാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതായത് നമ്മുടെ പ്രസ്താവങ്ങള് നല്ല ഉറച്ച പ്രസ്താവങ്ങളാണെങ്കിൽ അതിന്റെ ഫലവും എന്താണ്? ഉണ്ടാകുന്നു, ഫലം തന്നെയായിരിക്കും. അതായത് മുഖദ്ദിമകള് യഖീനിയാണെങ്കിൽ അർത്ഥം നതീജയും യഖീനിയായിരിക്കും. മുഖദ്ദിമകള് നിഗമനങ്ങളാണെങ്കിൽ അതിന് നതീജയും നിഗമനങ്ങളായിരിക്കും. അപ്പൊ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ട് രൂപത്തിലും വരുന്ന രണ്ട് ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ മുസ്ലിമുകളെല്ലാം ദൈവവിശ്വാസികളാണ് എന്ന് പറഞ്ഞത് നമുക്ക് യഖീൻ തന്നെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ മുസ്ലിമല്ല, മുസ്ലിമുകളാണോ ഓൻ ദൈവവിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ ഓന് നിരീശ്വരവാദിയോ യുക്തിവാദിയോ അല്ലെങ്കിൽ ജബ്ബാർ മാഷിനെ പോലെ ആയിരിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? മലപ്പുറത്തുണ്ടല്ലോ ഒരു ജബ്ബാർ എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദി. മുമ്പ് വേറൊരു സെയ്ദ് മുഹമ്മദ് ഉണ്ടായിന്, എവിടെ? ആനക്കായത്ത്. ആ ചങ്ങായിപ്പുണ്ടോന്ന് അറിയില്ല. അതേമാതിരി ഒരു ജബ്ബാർ. ഇവരൊക്കെ ഇപ്പം നാമമാത്രം മുസ്ലിങ്ങളുള്ളൂ. ഓൽക്കിപ്പോ പേര് അങ്ങനെ ആയി വന്നുള്ളൂ. അവരെ കാര്യമല്ല പറയുന്നത്. അവര് പേരിൽ മുസ്ലിമീങ്ങളൊക്കെ എന്തായിരിക്കും? ദൈവവിശ്വാസികളായിരിക്കും. അതേ അവസരത്തിൽ പിന്നെ നമ്മൾ പറയുന്ന എന്താണ്? രണ്ടാമത് പറഞ്ഞ പ്രസ്താവം എന്താണ്? സുന്നികൾ മുസ്ലിങ്ങളാണ്. അതിൽ യാതൊരു സംശയം അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സംശയിക്കാൻ വരുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കും. സുന്നികൾ മുസ്ലിങ്ങളാണോ? അല്ലേ? നിങ്ങൾ എന്തിനാണ് മക്ബറെ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നത്? എന്തിനാണ് തവസ്സുൽ ഇസ്തിഗാസം ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളാണോ? അല്ലേ? ഈ പ്രസ്താവനത്തിനെതിരെ സംശയം ഉണ്ടാക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാനും കഴിയണം. അങ്ങനെ മറുപടി കൊടുത്തിട്ട് എല്ലാം സ്ഥാപിച്ചു. സുന്നികൾ ഇതാകുന്നു, മുസ്ലിങ്ങൾ തന്നെയാകുന്നു സ്ഥാപിച്ചു. മുസ്ലിമുകൾ ദൈവവിശ്വാസികളാണ് സ്ഥാപിച്ചു. ഈ രണ്ട് കാര്യം ഉറപ്പിച്ച ഒരുത്തന് എന്തായാലും എവിടേക്ക് എത്തണവന്? ഓന്റെ ബുദ്ധി എന്തായാലും എവിടേക്ക് വരും? സുന്നികളും ദൈവവിശ്വാസികളാകുന്നു എന്നുള്ളതിലേക്ക് തീർച്ചയായിട്ടും വരും. യാതൊരു സംശയമില്ല. മനസ്സിലായില്ലേ? അവിടേക്ക് എത്തണം. അത് നിർബന്ധമായി അവിടേക്ക് വരും. കാരണം എന്തുകൊണ്ട്? നമ്മൾ അതിനുപയോഗിച്ച രണ്ട് ആമുഖങ്ങൾ, രണ്ട് പ്രസ്താവങ്ങൾ വളരെ ഗണ്ഡിതമാണ്. ഗണ്ഡിതമെല്ലാം തോന്നുന്നവർക്ക് അതിന് സംശയങ്ങൾക്ക് തീർത്ത് മറുപടി കൊടുത്തതിന് ശേഷം അവർക്കും ഗണ്ഡിതമായി വരും. ഗണ്ഡിതമായി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തതായ ഈ ഫലത്തിന് അതിൽ യാതൊരു സംശയമില്ല. ഈ രൂപത്തിൽ എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ എല്ലാവർക്കും തെളിവ് അള്ളാഹുവിന്റെ ആസ്തികത്തെക്കുറിച്ചുകൊണ്ടും അവന്റെ സിഫാത്തുകളെ കുറിച്ചുകൊണ്ടുള്ളായിരിക്കുന്ന തെളിവുകൾ എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്ന തെളിവ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ളതല്ല. അത് വെറും സാധാരണക്കാരനായ മരുഭൂമി വിട്ടുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോവാത്ത ആട്ടിടൻ അല്ലെങ്കിൽ ഒട്ടകത്തിനെ മേച്ച് ജീവിക്കുന്നതായ
കാട്ടറബിക്ക് പോലും മനസ്സിലാവുന്ന തെളിവാണ്. അതേത് സാധാരണക്കാരൻ മനസ്സിലാകും? അതും കൂടി ഇല്ലെങ്കിലാണ് മുസ്ലിം അല്ലാന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഓക്കെ, അതാ എന്നിട്ട് മുസ്ലിം പറയാം, വലാ ഇഷ്തർത്തുൻ നദറു വലാ ഇഷ്തർത്തുൻ നദറു അലാ തരീഖിൽ മുതകല്ലിമീന. പിന്നെ അഖീദന്റെ ഉലമാക്കളുടെ ശൈലി അനുസരിച്ചുകൊണ്ടുള്ള ചിന്ത ഷർത്തില്ല, അത് നിബന്ധനയില്ല, അത് നമ്മൾ ഷർത്താക്കിയിട്ടുമില്ല. എങ്ങനെയാണത്? ഓലെ ശൈലി എങ്ങനെയാണ്? മിൻ തഹരീരിൽ അതില്ലെത്തി ദലീലുകളൊക്കെ തഹരീർ ചെയ്യുക. നമ്മൾ ഇവിടെ പറഞ്ഞ മാതിരി ദലീലുകളൊക്കെ എന്ത് ചെയ്യുക? തഹരീർ ചെയ്യുക. അപ്പൊ തെർത്തീബ്, അതിന് പ്രത്യേകമായ രീതിയിൽ തെർത്തീബാക്കുക. 1-ാം ശക്കില്, 2-ാം ശക്കില്, 3-ാം ശക്കില്, 4-ാം ശക്കില് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അപ്പൊ ഈ നമ്മുടെ അഖീദ മന്തിഖിന്റെ കിതാബിലൊക്കെ പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച്. മനസ്സിലായില്ലേ? പ്രത്യേകമായ രീതിയിൽ ഇപ്പൊ മൂജബ, കുല്ലിയ, അതുപോലെ തന്നെ സാലിബ കുല്ലിയ, ജുസിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് വേറൊരു പഠന ദർശനമൊക്കെ കുട്ടികൾക്കെല്ലാം അത് ഓതി കൊടുക്കുന്നുണ്ട്. അത് ഓതി പഠിച്ചവർക്ക് മാത്രമാണ് പിന്നീട് അത് ഓതി പഠിക്കുക എന്നുള്ളത്. ഇങ്ങനെ മന്തിക്ക് ഫൽസഫ, പിന്നെ മന്തിക്കെല്ലാം പഠിക്കുക എന്നുള്ളത് നിർബന്ധമല്ല ഒരാൾക്ക് ഈമാൻ ശരിയാവാൻ. പക്ഷെ അത് പഠിച്ചവന് അവൻ ഉസൂൽ ഫിഖും ഉസൂലുദ്ദീനും ഒക്കെ പഠിക്കാനുള്ള യോഗ്യത ഉണ്ടായിത്തീരും. അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ദർസുകളിലെ നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇത്തരം കിതാബുകളൊക്കെ ഓതിക്കൊടുത്ത് പഠിപ്പിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ അങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു തെർത്തീബും കാര്യങ്ങളും ആ രൂപത്തിൽ ചിന്തിക്കുക എന്നുള്ളത് നിബന്ധനയില്ല. പിന്നെ അപ്പം ആ തെളിവുകളൊക്കെ അതിനെ എഡിറ്റ് ചെയ്യുകയും തെർത്തീബ് അതിനെ പ്രത്യേകമായി ക്രമീകരിക്കുകയും ആ തെളിവുകളുടെ മേൽ വരുന്ന സംശയങ്ങളൊക്കെ അതിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചിന്തയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ചിന്ത ഷർത്തില്ല. ഏത് തരം ചിന്തയേ ഉള്ളൂ? പിന്നെ ഈ ആറാബിക്കുള്ളതുപോലുള്ള മൊത്തത്തിലുള്ള പിന്നെ ഇതാ മുസന്നിഫ് പറഞ്ഞു വലൽ ഖുദ്റത്തു അല തഅബീരി അമ്മാ ഹസല ഫിൽ ഖൽബി. അപ്പൊ ഞാനിവിടെ ചോദിച്ചപ്പോ നിങ്ങൾ ശരിക്കും എന്ത് ചെയ്ത് രണ്ട് ആമുഖങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ നെത്തീജയിലേക്ക് നിങ്ങളുടെ മനസ്സ് അവിടെ വന്നു. അവിടെ അങ്ങനെ വരണം. പക്ഷേ ഇതിപ്പോ പറഞ്ഞ ആളുകള് 2-3 ആളുകളാണ് അത് ടെസ്റ്റ് ചെയ്തത്, ശരിയാണ്. പക്ഷേ ചില ആളുകൾക്ക് എന്താ സാധിച്ചോണമെന്നില്ല. ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചാണ് അതിന്റെ തർത്തീബ് പ്രകാരം ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചോണമെന്നില്ല, അല്ലെങ്കിൽ പറയാൻ സാധിച്ചോണമെന്നില്ല. അതും ഇവിടെ ഷർത്താക്കുന്നില്ല. വലൽ ഖുദ്റത്തു അല തഅബീരി, പ്രകടിപ്പിക്കാൻ കഴിവുണ്ടാവണമെന്നുള്ളതും ഷർത്തില്ല. അമ്മാ ഹസല ഫിൽ ഖൽബി, ഹൃദയത്തിലുണ്ടായ ഒരു ആശയം, ഹൃദയത്തിലുണ്ടായ തെളിവുണ്ടല്ലോ, ആ മൊത്തത്തിലുള്ള തെളിവ്, ആ തെളിവ് അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ ആറാബിയോട് പറഞ്ഞു. ആറാബിയോട് പറഞ്ഞപ്പോൾ ആറാബി വളരെ വ്യക്തമായി പറഞ്ഞു. അയാൾ നല്ല വാചാലനായിരുന്നു കേട്ടോ. എത്ര സിമ്പിളായിട്ടാ പറഞ്ഞത്. അത് ആർക്കും പറയാൻ സാധിക്കുന്നതല്ലേ എന്നുള്ള രൂപത്തിൽ. ചില ആളുകൾക്ക് അതും സാധിച്ചോളാം എന്നില്ല. അപ്പൊ അതൊരു പ്രശ്നമാക്കേണ്ടതില്ല. വലൽ ഖുദ്റത്തു അല തഅബീരി അമ്മാ ഹസല ഫിൽ ഖൽബി, ഹൃദയത്തിൽ ഉള്ളതായ ഒന്നിനെ തൊട്ട് പ്രകടിപ്പിക്കാൻ കഴിവുണ്ടാവുക എന്നുള്ളതും നിബന്ധനയല്ല. മിനദ്ദലീലിൽ ജുംലിയി, ആ മൊത്തത്തിലുള്ള തെളിവുകളെ, അല്ലദി, എങ്ങനെയുള്ള തെളിവുകളെ, ഹസലത്ത് ബിഹി തുമഇനീനതു, ഇവനിക്ക് ശാന്തത, മനസ്സിന് ശാന്തത ഉണ്ടാക്കി തീർത്തതായിരിക്കുന്ന ആ തെളിവുകളെ പ്രകടിപ്പിക്കുവാൻ കഴിവുണ്ടായിരിക്കുക എന്നുള്ളതും ഈമാൻ ശരിയാവാനുള്ള നിബന്ധനയല്ല. ഓക്കെ, പിന്നെന്താ? വലാശക്ക, സംശയമില്ലല്ലോ, വലാശക്ക, സംശയമില്ല. അന്ന ഹാദൻ നെളിറ അല ഹാദൽ വജ്ഹി, ഈ രൂപത്തിലുള്ളതായിരിക്കുന്ന ചിന്ത, ഈ രൂപത്തിലുള്ളതായിരിക്കുന്ന ചിന്ത ഗൈറു ബഈദിൻ ഹുസൂലുഹു ലിമുഅ്ളമി ഹാദിഹിൽ ഉമ്മത്തി ഔ ലിജമീഹാ, ഈ ഉമ്മത്തിന് മൊത്തത്തിലോ അല്ലെങ്കിൽ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കോ ഇത്തരം ഒരു ചിന്ത എന്ത് അല്ലതാനും, അത് ബഈദ്, അത് വിദൂരമല്ലതാനും. ഈ ഒരു ചിന്ത എല്ലാവർക്കും നേടാൻ സാധിക്കുന്നതാണല്ലോ എന്ന് മനസ്സിലായില്ലേ? വലാശക്ക, സംശയമില്ല. അന്നൻ നളറ അല ഹാദൽ വജ്ഹി, ഈ രൂപത്തിലുള്ളതായിരിക്കുന്ന ചിന്ത ഗൈറു ബഈദിൻ, അതെന്തല്ല, അത്
പിന്നെ വിദൂരമല്ല, അല്ല ഒരു വൈദിന് ഹുസൂലു അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതുണ്ടാവുക എന്നുള്ളത് വിദൂരമല്ല. ലിമോലമി ഹാദിൽ ഉമ്മത്തി, ഉമ്മത്തിലെ മൂലമുകൾക്കും ഔലിജിമയിലെ മൊത്തത്തിലും കൂട്ടിക്കോളി. മൂലമെന്ന് പറയാൻ വെച്ചാൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ചാണ്, ഇവിടെ മുഴുവൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു തന്നെ അത് എല്ലാവർക്കും ലഭിക്കുന്നതാണല്ലോ. ഈ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം എന്ന സാധാരണക്കാർക്ക് പോലും ഈ രൂപത്തിൽ ഈ ഇത്തരം നിബന്ധനകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ളതായ മൊത്തത്തിലുള്ള ആർക്കും തെളിവ് ഈ സമൂഹത്തിലെ ഏതൊരു സാധാരണക്കാരും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണല്ലോ. ആ ഒരു വിശ്വാസം, ആ ഒരു തെളിവ് പോലും ഇല്ലാതെ വിശ്വസിച്ചവന്റെ കാര്യമാണ് അവൻ മുസ്ലിം ആവില്ല, മൂമിനാവില്ല എന്ന് പറഞ്ഞത്. അപ്പം മുസന്നിഫ് കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് നോക്കുമ്പോ എന്ത് വരുന്നില്ല, ഈ സംശയങ്ങൾ തനിയെ അങ്ങ് നീങ്ങിപ്പോയി. മനസ്സിലായില്ലേ? ഏത് ഈ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ കാഫറാക്കൽ വരുന്നില്ലേ എന്നുള്ള ആ സംശയം അവിടെ ഇല്ലാതായി കഴിഞ്ഞു. അതാ ലിമുലമി ഹാദിഹിൽ ഉമ്മത്തി ഔലി ജമീഹ ഫീമാ ഖബല ആഖിർ സമാനി. ആഖിർ സമാന്റെ മുമ്പിട്ടോ ഈ ഉമ്മത്തിന് ആഖിർ സമാനായി തഖ്രീർ ഉണ്ടാവില്ല എന്നുള്ളതാ. മുസ്ലിം വലാ ശക്ക അന്ന നളറ അലാ ഹാദൽ വജ്ഹി ഗൈറു ബഈദിൻ ഹുസൂലു ലിമുലമി ഹാദിഹിൽ ഉമ്മത്തി. ഈ ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആർക്കൊന്ന് ചിന്ത, അത് കരസ്ഥമാക്കൽ വിദൂരമല്ല. ഫീമാ ഖബല ആഖിർ സമാനി, ആഖിർ സമാന്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു രൂപത്തിലുള്ള ചിന്ത അവർക്ക് ലഭിച്ചേക്കാം. അല്ലത് എങ്ങനത്തെ ആഖിർ സമാനാണ്? യുർഫൗ ഫിഹിൽ ഇൽമുൻ നാഫിയും. ആഖിർ സമാൻ ആയാലും നല്ല ഉപകാരമുള്ള ഇൽമു ഉയർത്തപ്പെടുമല്ലോ. ഉപകാരമുള്ള ഇൽമിന് ഉയർത്തപ്പെടുകയും വക്സുറു ഫിഹിൽ ജഹലുൽ മുളിറു, എന്നിട്ട് ഉപകാരപ്രദമായ അറിവ് ഉയർത്തപ്പെടുക എന്ന് മാത്രമല്ല, ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന, ആളുകളെ ഈമാനും പ്രവർത്തനങ്ങളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ജഹാലത്ത്, വിവരക്കേട് വർദ്ധിക്കുകയും ചെയ്യും. വിവരക്കേട് വർദ്ധിക്കും, ബുദ്ധിമുട്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന വിവരക്കേട് വർദ്ധിക്കുകയും ഉപകാരപ്രദമായിരിക്കുന്ന ഇൽമിന് ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ആഖിർ സമാന്റെ മുന്നേ എല്ലാ ഉമ്മത്തുള്ള ആളുകൾക്കും ഇത്തരം വളരെ ലളിതമായ തെളിവ് ലഭിക്കാത്തവരാരും ഉണ്ടാവുകയില്ലല്ലോ. ഇനി മുസ്ലിം ആഖിർ സമാനെ കുറിച്ച് പറഞ്ഞു, വലാ യബ്ഖാ ഫി തഖ്രീദി വലാ യബ്ഖാ ഫിഹി. ഈ ആഖിർ സമാൻ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവൂല ആ തഖ്രീദുൽ മുതാബിഖു, സത്യത്തിനോട് യോജിച്ച തഖ്രീദ് പോലും ആഖിർ സമാനിൽ ഉണ്ടാവുകയില്ല. മനസ്സിലായില്ലേ? അപ്പം ഈ മുതാബിഖ് വെച്ചാല് തഖ്രീദ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന തഖ്രീദ് ഏതാ സുഹൃത്തുക്കളെ? നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന തഖ്രീദ് എന്ന് വെച്ചാല് യഥാർത്ഥത്തിലുള്ള കാര്യം തഖ്രീദ് ചെയ്യാണ്, ഇല്ലാത്തതിനോടല്ല. അള്ളാഹു തആല ആകാശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹു തആല ആകാശത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആകാശം അള്ളാഹിനേക്കാൾ വലുതാണെന്ന് വന്ന് അല്ലേ? അള്ളാഹു തആല ആകാശത്തിൽ ഇരിക്കുകയാണ്, അല്ലെ? അള്ളാഹു തആല അർശിൽ ഇരിക്കുകയാണെന്ന് പറയുമ്പോ ഈ അർശി എന്നുള്ളത് ആരെക്കാളും വലുതാണെന്ന് വന്ന്, അള്ളാഹുവിനേക്കാളും വലുതാണെന്ന് വന്ന്, അല്ലെ? ആകാശം അള്ളാഹുവിനേക്കാൾ വലുതാണെന്ന് വന്ന്. അള്ളാഹു അക്ബറാണ്, അള്ളാഹു അക്ബറാണ്, എല്ലാറ്റിനേക്കാളും അക്ബർ. അപ്പോ ഒരു സ്ഥലത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോ ആ വസ്തു എന്തായി തീർന്ന് വലുതും അള്ളാഹു തആല ചെറുതുമായി പോകും. ഏത് നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളെ കുറിച്ചല്ല, അതൊക്കെ തെറ്റായ വിശ്വാസങ്ങളാണ്. ഇത് തെറ്റായ വിശ്വാസമല്ല, ശരിയായ വിശ്വാസത്തിലുള്ള തഖ്രീദിനെ കുറിച്ച് നമ്മളെ ചർച്ച തന്നെ. അത് ആർക്കും മാറിപ്പോണ്ട. തഖ്രീദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഉള്ളത്, ഒരു വിശ്വസ്തതൊക്കെ ഉള്ളത് തന്നെയാണ്, സത്യം തന്നെയാണ്. അള്ളാഹു തആല സ്ഥലകാലങ്ങൾക്ക് അതീതനാകുന്നു. സ്ഥലകാലങ്ങളെ സൃഷ്ടിച്ചവനാണവൻ, അതുകൊണ്ട് അവൻ സ്ഥലകാലത്തിൽ പരിമിതപ്പെട്ടവനല്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യാകുന്നു, അവന് ഖുദ്റത്തുണ്ട്, അവന് അറിവുണ്ട്, അവന് ഹയാത്തുണ്ട്, അവന് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ വിശ്വസിച്ചത്. പക്ഷെ തെളിവില്ലാത്ത പ്രശ്നം ആ തഖ്ലീദാടെ കുറിച്ച് പറയുന്നത്. അപ്പോ ഈ തഖ്ലീദിനുള്ളതായിരിക്കുന്ന ഈ തഖ്ലീദ് പോലെ ഉണ്ടാവില്ല. ആഖിർ സമാൻ ആയിക്കഴിഞ്ഞാൽ ഇത്തരം തഖ്ലീദ് തന്നെ ഉണ്ടാവില്ല. വലിയ വലിയ ആലിമികൾക്കുള്ള പിന്നല്ല അറിവ് എന്ന് പറഞ്ഞത്, തെളിവ് സഹിതമുള്ള അറിവ് പിന്നല്ലേ, തെളിവില്ലാതെയുള്ള തഖ്ലീദ് പോലും ആഖിർ സമാൻ ഉണ്ടാവില്ല. പക്ഷെ ആഖിർ സമാന്റെ മുന്നേ ഇത്തരം തെളിവുകൾ ഏത് സാധാരണക്കാരും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണല്ലോ എന്നാ മുസന്നിഫ് പറഞ്ഞത്. പിന്നെ വലാ യബ്ഖാ ഫീഹി തഖ്ലീദു അൽ മുതാബിഖു, ഈ സത്യത്തിനോട് യോജിക്കുന്ന ആ തഖ്ലീദ് തന്നെ ആ ആഖിർ സമാനിൽ അവശേഷിക്കുകയില്ല. ഫളൻ അനിൽ മാരിഫത്തി എന്ത കസീർ, എന്നിട്ടല്ലേ യഥാർത്ഥത്തിലുള്ള അറിവ് എന്ത കസീർ മിമ്മയുള്ളു ബിഹിൽ ഇൽമു, പിന്നെ ഇൽമുണ്ട് എന്ന് ധരിക്കപ്പെടുന്നതായിരിക്കുന്ന ആളുകളിൽ നിന്ന് ഫളൻ അൻ കസീർ മിനൽ ആമത്തി, ശരി, വിവരമുണ്ട് എന്ന് ധരിക്കപ്പെടുന്ന ആളുകൾ എന്നുള്ളതായിരിക്കുന്ന ആളുകളെ കാര്യം തന്നെ എന്നതാവില്ല. അവർക്ക് തെളിവ് സഹിതമുള്ളതായിരിക്കുന്ന
പിന്നെ അറിവ് അവർക്കുണ്ടാവില്ല. എന്നിട്ടല്ലേ തെളിവ് ഇല്ലാത്തതായ വിവരമുണ്ട് എന്ന് ധരിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് മാരിഫത്ത് പിന്നെയാണല്ലോ. അപ്പൊ ആ ആഹൃസമാനായി കഴിഞ്ഞാൽ ഈ തക്രീദ് പോലും ഉണ്ടാവില്ല. സത്യത്തിനോട് യോജിക്കുന്ന തക്രീദ് പോലും ഉണ്ടാവുകയില്ല. ഫളലൻ അൻ കസീറിമിനൽ ലാമത്ത്. ഇന്നത്തെ പിന്നീട് സാധാരണക്കാരൻ പറയാനുള്ളത് വിവരമുള്ള ആളുകൾക്ക് തന്നെ തെളിവ് ഇല്ലാത്തതായ തക്രീദ് പോലും വിവരമുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഖിയാമത്ത് നാളായി കഴിഞ്ഞാല് നമ്മൾ ഉലമാക്കളാണ് ആലിമുകളാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവില്ല, യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ പക്കൽ പോലും ശരിയായ ഒരു തെളിവ് ഒരു കാര്യത്തിനും കാണാൻ പറ്റില്ല. സാധാരണക്കാരെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. വല അല്ലന അതിറക്കന ആദസമാൻ മുസന്നിഫ് റഹിമഹുല്ലാ ഭയപ്പെടുകയാണ്. പഠിച്ചവനെ ഈ കാലഘട്ടം അതാണോന്ന്. മുസന്നിഫിന്റെ കാലഘട്ടം 830 ഹിജ്റ 830 മഹാനായ അബൂ അബ്ദുല്ലാഹി സനൂസി റഹിമഹുല്ലാ ജീവിച്ചത്. ആ ഹിജ്റ അതായത് 600 വർഷം മുമ്പ്. 600 വർഷം മുമ്പ് തന്നെ മുസന്നിഫ് റഹിമഹുല്ലാ ഭയപ്പെടുകയാണ് ഈ കാലഘട്ടം ആഖിർസമാനായി പോയോ. കാരണം ഇവരുള്ള ആളുകൾക്ക് പോലും ഒരു തെളിവ് ഓരെടുത്തില്ല. തഖ്ലീദ് പോലെ ശരിയായ സത്യത്തിനോട് യോജിക്കുന്ന തഖ്ലീദ് പോലും ആ വിവരമുള്ള ആളുകൾക്ക് കാണുന്നില്ല. ഈ കാലഘട്ടം നമ്മൾ എത്തിച്ചുപോയോ എന്നുള്ളൊരു പേടി മുസന്നിഫ് പ്രകടിപ്പിക്കുകയാണ്. ബിലാ റൈബ്, സംശയമില്ല ഈ കാലഘട്ടം തന്നെയാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. വല അല്ലന അദ്റകന ഹാദ സമാന ബിലാ റൈബ്. വല്ലാഹുൽ മുസ്താൻ. അല്ലാഹു തആല അല്ലാഹുവിനോട് എല്ലാ ആപത്ത് അപകടങ്ങളും കാവലത്തോടുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മനസ്സിലായില്ലേ? അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ നല്ലത് ചെയ്യാനും തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളായിരിക്കുന്ന എല്ലാ കഴിവുകളും അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാകുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മുസന്നിഫ് എന്തെയാണ് ഭയപ്പെടുകയാണ്. മുസന്നിഫിന്റെ കാലത്ത് 600 വർഷം മുമ്പ് തന്നെ ഖിയാമത്ത് നാൾ ആയിക്കഴിഞ്ഞിട്ട് ആഖിർസമാൻ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലത്ത് തന്നെ വിവരമുള്ളവർക്ക് പോലും ശരിയായ തഖ്ലീദ് തന്നെ അവർക്കില്ല. എന്നിട്ടല്ല അവരിന്ന് നമ്മൾ തഖ്ലീദ് ഇല്ലാത്ത തെളിവ് സഹിതമുള്ള മാരിഫത്ത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോ ഈ ആഖിർസമാന്റെ മുന്നിൽ ഇത്തരത്തിലുള്ളതായ തെളിവുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആ തെളിവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ തെളിവില്ലാത്തവന്റെ കാര്യമാണ് അവനെക്കുറിച്ചാണ് അവൻ മൂമിനല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ സംശയം എന്താകുന്നു? അസ്ഥാനത്താകുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ലോകത്തുള്ള മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ അവർ കാഫറാണെന്നുള്ള ഒരു ധ്വനി അതിൽ വരുന്നില്ല എന്നാണ് മുസ്ലിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് സത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.